എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ചവിട്ടികൾ കുറച്ച് അഴുക്കായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വല്ലാത്ത പാടാണല്ലേ. വാഷിംഗ് മെഷീനിലൊക്കെ ഇടുകയാണെങ്കിലും പിന്നെ മെഷീൻ വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും അഴുക്കായിട്ടും അതിൽ മാറും. അപ്പോൾ നമ്മൾ ഒരുപാട് ഉരയ്ക്കാതെയും ബുദ്ധിമുട്ടാതെയൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ചവിട്ടികൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാനായിട്ട് ഇവിടെ 2 ചവിട്ടികൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുള്ള ചവിട്ടികൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിലിപ്പോൾ പാലിൻ്റെയൊക്കെ പോയിട്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ മാറ്റിയിട്ടിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചവിട്ടികൾ മുങ്ങി നിൽക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. നമ്മുടെ ചവിട്ടികൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉരുകുന്ന ടൈപ്പ് സ്റ്റഫൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളം എടുക്കണ്ട, സാധാരണ വെള്ളം എടുത്താൽ മതി. ഞാനിപ്പോൾ കഴുകുന്നത് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ചവിട്ടികളാണ്, അതുകൊണ്ടാണ് ചൂടുവെള്ളം എടുത്തത്. ഇനി ഈ വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വാഷിംഗ് പൗഡർ ഇടുകയാണ്. ഏത് സോപ്പ് പൊടിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. സോഡാപ്പൊടി ഇല്ലേ, നമ്മളിപ്പോൾ സാധാരണ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കഴുകാൻ ഉദ്ദേശിക്കുന്ന ചവിട്ടികൾ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മുക്കി വെക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കുകളൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. വെള്ളം ഫുള്ള് ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ വെള്ളത്തിലൊന്ന് മുക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ ഫുൾ എല്ലാ അഴുക്കും ഈ വെള്ളത്തിലോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇതിലെല്ലാ അഴുക്കും ഇളകി പോന്നിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് ഒരു നല്ല വെള്ളത്തിൽ കൊണ്ടുപോയിട്ടൊന്ന് കഴുകിയിട്ട്, വെറുതെ നമ്മൾ ഉരച്ച് കഴുകൊന്നും വേണ്ട, വെറുതെ വെള്ളം മാറ്റി ഒന്ന് കഴുകി കൊടുത്താൽ മതി. അതിലെ സോപ്പിൻ്റെ അംശമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു 5-6 തവണ നന്നായിട്ട് വെള്ളം മാറ്റി ഇങ്ങനെ കഴുകി ഫുള്ള് സോപ്പിൻ്റെ അംശം കളഞ്ഞെടുത്തപ്പോൾ തന്നെ ഇത് നല്ല നീറ്റായിട്ട് വന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഉരച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല. ആ വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ എല്ലാ അഴുക്കും ഇളകിപ്പോയതാണ്, കണ്ടില്ലേ. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് മുക്കിയെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്ത ശേഷം നമുക്കിത് സാധാരണ പോലെ ഉണക്കിയെടുക്കാം. ഞാനിതിപ്പോൾ കണ്ടോ ഉണക്കിയെടുത്തതാണ്. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഒട്ടും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇങ്ങനെ ചവിട്ടികൾ കഴുകിയെടുക്കുമ്പോൾ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്ത വെള്ളത്തിൽ മുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇനി എല്ലാവരും ചവിട്ടികളൊക്കെ കഴുകി നോക്കൂ. ഇനി അതൊരു പ്രോബ്ലം ആവില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. നന്ദി, നമസ്കാരം.